കേരളത്തിൽ ശക്തരായി നിലനിൽക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്ന LDF-ഉം ഇതുകൂടാതെ BJP നയിക്കുന്ന NDA മുന്നണിയുമാണുള്ളത്. ഈ മൂന്ന് മുന്നണികളിൽ ഇടതുമുന്നണിയെ നയിക്കുന്ന CPM-ഉം CPI-യും ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടത്തി പുതിയ ഭരണസമിതികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പ് ഏർപ്പാടുകൾ പൂർത്തിയാക്കി BJP സംസ്ഥാന പ്രസിഡന്റായി പുതിയ ആളെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇത്തരത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടുവാനുള്ള സമ്പൂർണമായ ഒരുക്കങ്ങൾ ഇടതുമുന്നണിയും BJP-യും നടത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ അഴകുഴമ്പൻ നിലപാടുമായി UDF നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. പാർട്ടിയിൽ ഒരു സമിതിയിലും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന നടത്തുവാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. തികച്ചും ശാരീരികമായ കാരണങ്ങളുടെ പേരിൽ ദുർബലനായ KPCC പ്രസിഡന്റിനെ മാറ്റി ഊർജ്ജസ്വലനായ ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുവാനുള്ള ആലോചന തുടങ്ങിയിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല.